നവകേരള സദസ്സിൽ അപേക്ഷ വെച്ചിട്ട് 45 ദിവസം കൊണ്ട് അപേക്ഷ വെച്ചാൽ തീർപ്പാകാമെന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഒത്തിരി നാളായി. കളക്ടറേറ്റിലും വില്ലേജ് ഓഫീസിലൊക്കെ പോയി കയറി ഇറങ്ങിയിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെ ഇവരെ എന്ത് വിശ്വസിച്ചാൽ വോട്ട് ചെയ്യേണ്ടത്? ഞങ്ങൾ 140 മണ്ഡലങ്ങളിലും ഇവർ പര്യടനം നടത്തിയല്ലോ. ഞാൻ ചികിത്സാ ധനസഹായത്തിനാണ് ഇത് വെച്ചത്. പിണറായി വിജയൻ്റെ പാർട്ടിക്ക് എന്ത് വിശ്വസിച്ചാൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? അതുപോലെ എത്രയോ പെൻഷൻകാർ, എനിക്ക് പെൻഷനില്ല, പക്ഷേ പെൻഷൻ്റെ ഇതെല്ലാം പെൻഡിങ് അല്ലേ? റേഷൻ കടയിൽ മണ്ണെണ്ണയുണ്ടോ, പഞ്ചസാരയുണ്ടോ? ഇവരെല്ലാം വീരവാദം മുടക്കുന്നതല്ലാതെ ഇവരെന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത്? 140 മണ്ഡലങ്ങളിലും പിണറായി വിജയനും മന്ത്രിമാരും പോയപ്പോൾ ഗവർണറെ കുറ്റം പറഞ്ഞു നടക്കുമല്ലാതെ എന്തെങ്കിലും ധനസഹായം ഇവർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ആര് ജയിച്ചാലും വിഷയമല്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. ജെയിൻ കുര്യാക്കോസ് വന്നാൽ നന്നായി. പി ടി തോമസ് പണ്ട് ഇവിടെ ഉള്ളപ്പം MP ആയപ്പം പി ടി തോമസിൻ്റെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഐറാൻ്റെ സമര സമിതിയും അതിനെ പിന്തുണച്ചത് CPM. അയാൾ അതേ ചോയ്സ് ഓർജ് ഇപ്പം മത്സരിക്കുന്നത് അരിവാൾ ചുറ്റക്ക നക്ഷത്രത്തിലാണ്. പാർട്ടി ചേർന്നിട്ട് ഐറാൻ സമരസ്ഥ ഇപ്പം എവിടെയുണ്ട്? അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചല്ലേ അധികാരത്തിൽ കയറത്. അതിൻ്റെ പതിയടി കൊടുത്തു, ഇനിയും പതിയടി.